റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ബോർഡ് LDC അതുപോലെ LDC LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് മണ്ണാർക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ജലവൈദ്യുതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം 1975. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 1975. കേരളത്തിൽ ആദ്യമായി വൈദ്യുത വിതരണം തുടങ്ങിയത് തിരുവനന്തപുരം 1929. കേരളത്തിൽ ആദ്യമായി വൈദ്യുത വിതരണം തുടങ്ങിയത് തിരുവനന്തപുരം 1929. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്, എറണാകുളം. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്, എറണാകുളം. കേരളത്തിൽ ആദ്യത്തെ തടിമില്ല് സ്ഥാപിതമായ ജില്ല തൃശ്ശൂർ 1905. തൃശ്ശൂരിലാണ് 1905 കേരളത്തിൽ ആദ്യത്തെ തടിമില്ല് സ്ഥാപിതമായത്. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴ. ആലപ്പുഴയാണ് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ചെമ്മീൻ. കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1957. കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് 1957. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. 1957 ഏപ്രിൽ 27 ഒന്നാം കേരള നിയമസഭയുടെ സമ്മേളനം നടന്നത്. മൂന്നാം നിയമസഭയിലെ ഏക വനിതാ അംഗം KR ഗൗരിയമ്മ. മൂന്നാം നിയമസഭയിലെ ഏക വനിതാ അംഗം KR ഗൗരിയമ്മ. കേരള നിയമസഭയിൽ പ്രസംഗിച്ച ആദ്യ പ്രസിഡന്റ് KR നാരായണൻ. കേരള നിയമസഭയിൽ പ്രസംഗിച്ച ആദ്യ പ്രസിഡന്റാണ് KR നാരായണൻ. കാമരൂപ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം അസം. അസമാണ് കാമരൂപ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഷില്ലോങ്. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഷില്ലോങ്. മാവോ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ. മാവോ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ. പ്രസിദ്ധമായ കാംഗ്ലേക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇംഫാൽ. പ്രസിദ്ധമായ കാംഗ്ലേക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇംഫാൽ. തീയുടെ ഉപയോഗം കണ്ടെത്തിയ കാലഘട്ടം നവീന ശിലായുഗം. തീയുടെ ഉപയോഗം കണ്ടെത്തിയ കാലഘട്ടമാണ് നവീന ശിലായുഗം. ഇന്ത്യൻ പൗരാണിക സംസ്കാരത്തിൻ്റെ പിതാവ് റോബർട്ട് ബ്രൂഡ്ഫൂട്ട്. ഇന്ത്യൻ പൗരാണിക സംസ്കാരത്തിൻ്റെ പിതാവാണ് റോബർട്ട് ബ്രൂഡ്ഫൂട്ട്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആ പേര് നിർദ്ദേശിച്ചത് ജോൺ മാർഷൽ. സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ജോൺ മാർഷൽ. സിന്ധു നദീതട സംസ്കാരം അറിയപ്പെടുന്നത് മെലൂഹ. സിന്ധു നദീതട സംസ്കാരം അറിയപ്പെടുന്നത് മെലൂഹ. ഋഗ്വേദ സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകമാണ് കുലം. ഋഗ്വേദ സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകം കുലം. പിൽക്കാല ഭേദകാലത്തിൽ നിലനിന്നിരുന്ന നാണയം നിഷ്ക. പിൽക്കാല ഭേദകാലത്ത് നിലനിന്നിരുന്ന നാണയമാണ് നിഷ്ക. ഋഗ്വേദം പ്രധാനമായി പ്രതിപാദിക്കുന്നത് ദേവസ്തുതികൾ. ഋഗ്വേദം പ്രധാനമായി പ്രതിപാദിക്കുന്നത് ദേവസ്തുതികൾ. ആര്യന്മാരുടേതല്ലാത്തതായി കാണപ്പെടുന്ന വേദമാണ് അഥർവവേദം. ആര്യന്മാരുടേതല്ലാത്തതായി കാണപ്പെടുന്ന വേദം അഥർവവേദം. വാസ്കോഡഗാമ വന്ന കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയൽ. വാസ്കോഡഗാമ വന്ന കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയൽ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ 1498. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ 1498. ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ 1674. ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ 1674. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും അവസാനം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ 1961. പോർച്ചുഗീസുകാരാണ് 1961 ഇന്ത്യയിൽ നിന്നും അവസാനം തിരിച്ചുപോയത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം
1930. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് 1930. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷമാണ് 1928 ഫെബ്രുവരി 3. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം 1932 ആഗസ്റ്റ് 16. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷമാണ് 1932 ആഗസ്റ്റ് 16. കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി ബദറുദ്ദീൻ തിയാബ്ജി. കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയാണ് ബദറുദ്ദീൻ തിയാബ്ജി. വനമഹോത്സവത്തിൻ്റെ പിതാവ് KM മുൻഷി. വനമഹോത്സവത്തിൻ്റെ പിതാവാണ് KM മുൻഷി. ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്. ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് ജാംനഗർ, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1994 മെയ് 30. 1994 മെയ് 30-നാണ് കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത്. പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ. പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ. ഗുണ്ണാർ മിർഡാലിൻ്റെ പ്രശസ്ത കൃതി ഏഷ്യൻ ഡ്രാമ. ഗുണ്ണാർ മിർഡാലിൻ്റെ പ്രശസ്ത കൃതിയാണ് ഏഷ്യൻ ഡ്രാമ. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ജനകീയാസൂത്രണം ആരംഭിച്ച വർഷം 1996. സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 12ാം പഞ്ചവത്സര പദ്ധതി. സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 12ാം പഞ്ചവത്സര പദ്ധതി. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വ്യാവസായിക പുരോഗതി. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് വ്യാവസായിക പുരോഗതി. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ. ഉത്തോലകത്തിൻ്റെ ഉപജ്ഞാതാവ് ആർക്കമിഡീസ്. ഉത്തോലകത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആർക്കമിഡീസ്. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം യത്നം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് മർദ്ദം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് മർദ്ദം. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകം സെലിനിയം. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകം സെലിനിയം. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം മെറ്റലർജി. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റലർജി. ഏറ്റവും വീര്യമുള്ള നിരോക്സീകാരി ലിഥിയം. ഏറ്റവും വീര്യമുള്ള നിരോക്സീകാരിയാണ് ലിഥിയം. വെടിമരുന്ന് കത്തുമ്പോൾ പച്ചനിറം ലഭിക്കാനായി ചേർക്കുന്നത് ബേരിയം. വെടിമരുന്ന് കത്തുമ്പോൾ പച്ചനിറം ലഭിക്കാനായി ചേർക്കുന്നത് ബേരിയം. മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹംഫ്രി ഡേവി. മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹംഫ്രി ഡേവി. ടാൽക്കം പൗഡറിൻ്റെ പ്രധാന ഘടകം മഗ്നീഷ്യം സിലിക്കേറ്റ്. ടാൽക്കം പൗഡറിൻ്റെ പ്രധാന ഘടകമാണ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം റോട്ട് അയൺ. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് റോട്ട് അയൺ. ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറി. ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹമാണ് മെർക്കുറി. മെർക്കുറി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ബാഷ്പീകരണം. മെർക്കുറി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ബാഷ്പീകരണം. വേരിൻ്റെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്ന സസ്യ ഹോർമോൺ ആക്സിൻ. വേരിൻ്റെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്ന സസ്യ ഹോർമോണാണ് ആക്സിൻ. അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യം നെല്ല്. അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യമാണ് നെല്ല്. വേരുകളില്ലാത്ത സസ്യം സാൽവീനിയ. വേരുകളില്ലാത്ത സസ്യമാണ് സാൽവീനിയ. കള്ളിച്ചെടിയിലെ പ്രകാശ സംശ്ലേഷണ ഭാഗം കാണ്ഡം. കള്ളിച്ചെടിയിലെ പ്രകാശ സംശ്ലേഷണ ഭാഗമാണ് കാണ്ഡം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.